ഇന്ന് ഞാൻ മീഷോ ഓൺലൈനിൽ നിന്നൊരു ചിരട്ട പുട്ടിൻ്റെ ഇത് വാങ്ങിച്ചു. ചിരട്ടപ്പുട്ടിൻ്റെ പുട്ടുകുറ്റി നോക്കിക്കേ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞാനത് ആദ്യം എൻ്റെ ചേച്ചിയൊക്കെ പറഞ്ഞു, നീ പുട്ടുകുടത്തിൽ വയ്ക്കുക, അല്ലെങ്കിൽ കുക്കറിനൊക്കെ ഒരുപാട് ടൈം വേസ്റ്റ് ആകും, അങ്ങനെ ഇങ്ങനെ അതൊക്കെ. അപ്പം ഞാനെന്ത് ചെയ്തു, പുട്ടുകുടത്തിൽ വെക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ടൈം ആകും. പക്ഷേ കുക്കറിൽ തന്നെയാണ് അത് ഈസി ആയിട്ട് പെട്ടെന്ന് 6-7 പുട്ട് റെഡിയാക്കി എടുത്തത്. ഇത് രാത്രിയിലെ ടിഫിന് വേണ്ടി ചെയ്യുകയാണ്. അപ്പം ചൂടുവെള്ളം റെഡിയാക്കി ഒരു 1 സ്പൂൺ ഉപ്പ് ഇത്രയിട്ട് നല്ലടി മറ്റേ ചെമ്പപ്പൂട്ടുപൊടി, അതുകൊണ്ട് അത് തരി പോലെ ആയതുകൊണ്ട് നമ്മൾ വെള്ളം ഏറെ ചേർക്കണമല്ലോ. നല്ല കുതിർന്ന് നല്ല ഇതായിട്ട് വരണം. നല്ല മയത്തിൽ വരുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാൻ ചൂടുവെള്ളത്തിലായതുകൊണ്ട് അത് ഒരു 1/4 ഭാഗം വേവ് വരും. പിന്നെ നമ്മൾ ലൈറ്റായിട്ടൊന്നാവും. ഞാൻ ഏത് പുട്ട് ചെയ്യുമ്പോഴും ശകലം പീരയും കൂടെ, തേങ്ങാപ്പീരയും കൂടെ അതിലകത്ത് ഒന്ന് മിക്സ് ചെയ്യും. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പോഴേ പുട്ടിനൊക്കെ നല്ലൊരു മയവും ഒരു മണമൊക്കെ വരും. അപ്പോൾ നമ്മുടെ ചുമലപ്പുട്ടുപൊടി ഇത് വാങ്ങിച്ചപ്പോൾ നല്ല സ്റ്റൈലായിട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ചുമലപ്പൊടിയൊക്കെ വാങ്ങിപ്പിച്ചതാണ്. കണ്ടോ? അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് പൊടി ഇട്ടു, തേങ്ങാപ്പീര വിതറി ഒരു പ്രാവശ്യം കൂടെ നിറച്ച് നമുക്ക്, ഞാൻ കുടത്തിലാണ് ആദ്യം വയ്ക്കുന്നത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മാറ്റി കുക്കറിൽ വെച്ചു. കുടത്തിൽ വെച്ചിട്ട് ആവി കയറുന്നതേ ഇല്ലായിരുന്നു കേട്ടോ. നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് പുട്ടുണ്ടാക്കാവുന്ന നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇല്ലായിരുന്നു ഇതുവരെയും. ഇപ്പം പുതിയതായിട്ട് വാങ്ങിയതാണ്. നല്ല സാധനമാണ്. മീഷോയിലെ പർച്ചേസ് പെട്ടെന്ന് വരികയും ചെയ്തു. 2 ദിവസം ആയില്ലെന്ന് തോന്നുന്നു. 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു. അത് ഇന്നലെയായിരുന്നു തോന്നുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് എത്ര നേരമായിട്ടും അത് ആകുന്നില്ല. നോക്കിക്കേ, ഇപ്പം ഞാൻ കുക്കറിൽ വെച്ച് ആവി കയറ്റിയാണ്. പെട്ടെന്ന് എനിക്ക് വെന്ത് കിട്ടി. കണ്ടോ? അടിപൊളി പുട്ട് തയ്യാറായി. ഞാനിന്ന് അത് പപ്പടത്തിൻ്റെയും കുറച്ച് പരിപ്പ് കറിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കറി വേണ്ടവർക്ക്. എനിക്ക് കറി വേണ്ട, മറ്റേ ഹസ്ബൻഡിനൊക്കെ കറി പപ്പടമൊക്കെ ആയിട്ടാണ് നമ്മളൊന്ന് പുട്ട് കഴിക്കാൻ പോകുന്നത്. കണ്ടോ? സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെയ്യാത്തവർ എല്ലാ വീട്ടുകളിലും ഉണ്ടാവും. ഞാനിത് ആദ്യമായിട്ടാണ്. ഇനി ഇല്ലാത്തവർ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. സൂപ്പർ ചിരട്ടപ്പുട്ട്. പണ്ട് കളിച്ചിട്ടുള്ള പുട്ടുകളേ ഉള്ളൂ ചിരട്ടയ്ക്കകത്ത് മണ്ണ് വാരി. പക്ഷേ ഇപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. കണ്ടോ? പപ്പടം വെച്ച് എല്ലാവർക്കും കഴിക്കാം. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു ഫ്രണ്ട്സ്.